ഹലോ എവ്രി വൺ വെൽക്കം ടു ആമി വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ഷർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാർക്കിംഗ് ഒക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാബ്രിക് ഒന്ന് 2 ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് ഈസ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 1 ഇഞ്ച് സീമും കൂടെ ചേർക്കുക. പിന്നെ പ്ലസ് ഒരു 2 ഇഞ്ച് നമുക്ക് ഫ്രണ്ടിലത്തെ ബെൽറ്റ് ബട്ടൺസ് ഒക്കെ വെക്കാനുള്ള ഭാഗം ഒരു 2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കൂടെ വേണം. അപ്പോൾ ആദ്യം ഒരു 2 ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തതിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് എൻഡ് വരെ മാർക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് ഷർട്ടിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 25 ഇഞ്ചസ് ലെങ്ത്ത് ഉള്ള ഒരു ഷർട്ടാണ് ചെയ്യണത്. അതുപോലെ നമുക്ക് ഫുൾ ഷോൾഡർ എടുക്കണം. ഫുൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫ്, ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 8.5 ആണ്. അതുപോലെ നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് വരുന്നത് 7.5 ആണ് കേട്ടോ. ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷോൾഡർ 8.5 മാർക്ക് ചെയ്തിടത്ത് നിന്നും ഒരു 1 ഇഞ്ച് ഡൗൺ മാർക്ക് ചെയ്ത് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. ഓക്കെ, നെക്കിൻ്റെ വിത്ത് 2.5 ആണ് കൊടുത്തിട്ടുള്ളത്. ആ 2.5 നിന്ന് 1 ഇഞ്ച് ഡൗൺ ചെയ്തിടത്തേക്ക് സ്ലൈഡ് ചെയ്തൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അവിടെ നിന്നാണ് നമ്മൾ ആം ഹോൾ 7.5 മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് വല്ലാതെ നമ്മൾ ഷേപ്പ് കൊടുക്കുന്നില്ല, ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ചെസ്റ്റ് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പം വേസ്റ്റിൻ്റെ അവിടെ നമുക്കൊരു 9.25 ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തു. എൻഡിൽ നമ്മൾ 10 ഇഞ്ചസ് ചെസ്റ്റ് എത്രയാണോ മാർക്ക് ചെയ്ത് അത്ര തന്നെയാണ് ഏറ്റവും എൻഡിലും നമ്മുടെ ടോപ്പിൻ്റെ എൻഡിലും മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ എല്ലാ മാർക്കിങ്സും കൂടെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഒരു 1 ഇഞ്ച് സീം കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ 3 ഇഞ്ചസാണ് നെക്കിന് ഡെപ്ത്ത് കൊടുത്തിരിക്കുന്നത്. 2.5 ആണ് നെക്കും ഷോൾഡറും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഫോൾഡ് ചെയ്ത് 2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നില്ലേ, അവിടെ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് നെക്കിന് ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ അവിടേക്ക് കേട്ടോ. അപ്പോൾ ഇത്രയും മാർക്കിംഗ് ആണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നുള്ളൂ. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം 2 പീസായിട്ടാണല്ലോ ചെയ്യണത്. അപ്പം ആ മടക്കിയിട്ടിരിക്കുന്ന ഭാഗത്ത് ആ ഒരു പീസിനെ 2 ആയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് ഫ്രണ്ടിൽ കുറച്ചിങ്ങനെ കെർവി ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടി 2.5 ഇഞ്ചസ് മുകളിലേക്ക് നമ്മളൊന്ന് കയറ്റി വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് കർവ് ഷേപ്പിലേക്ക് ആക്കി മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ ഇതൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ടോപ്പാണ്. അപ്പോൾ അവർക്ക് ഇത്ര ലെങ്ത്തുള്ള ഒരു ഷർട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇത്ര ലെങ്ത്തിൽ ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ലെങ്ത്ത്, ഇപ്പോൾ ക്രോപ്പ് ഷർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ രീതിയിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനത് കർവ് ഷേപ്പിൽ നമ്മുടെ ആം ഹോൾ കർവർ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഒന്ന് നീറ്റായിട്ടൊന്ന് കർവി ആക്കിയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. കാരണം ഇത് എക്കോബ ഫാബ്രിക്കിലാണ്, പിങ്ക് കളറൊക്കെ എക്കോബ ഫാബ്രിക്കിലാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ലൈനിങ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ലൈനിങ് വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം ലൈനിങ്ങിലാണ് ഇതൊക്കെ മാർക്ക് ചെയ്യണത്. മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ മാർക്കിങ്ങിൽ കൂടെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിലത്തെ മാർക്കിങ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ലെങ്ത്തിൽ വേണം ബാക്കിലത്തെ മെറ്റീരിയൽ നമ്മൾ ഫോൾഡ് ചെയ്തിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഷോൾഡർ ഒരു 1 ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലെങ്ത്ത് കൂട്ടിയെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം മാത്രം ഒരു 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് ബാക്കി ഭാഗങ്ങൾ അതുപോലെ തന്നെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഞാനിവിടെ 4 ഇഞ്ച് ലെങ്ത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കറക്റ്റ് നമുക്ക് ആം ഹോളിൻ്റെ എത്രയാണോ അതിൻ്റെ ഹാഫ് കണ്ടിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ നെക്കും ഷോൾഡറും എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ടോപ്പും അതുപോലെ ബാക്ക് 2 പീസും നമ്മൾ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇപ്പം ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോർഷൻ ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ വർക്ക് ആദ്യം തീരട്ടെ. അപ്പം നമ്മൾ ചെയ്യുമ്പം നമുക്ക് ഇത് ഉള്ളിൽ ചുളിവുകളൊന്നും ഇല്ലാതെ നീറ്റാക്കിയിട്ട് ഒന്ന് വലിച്ചു പിടിച്ച് കറക്റ്റ് ചെയ്തിട്ട് പതുക്കെ വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ക്രീസൊക്കെ ലാസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഒന്ന് കൈ കൊണ്ടൊന്ന് നീറ്റാക്കിയിട്ട് ഒന്ന് ലെവലാക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച്
സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് താഴെയും സൈഡിലും അതുപോലെ ബാക്ക് പോർഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്യണം. പിന്നെ ഫ്രണ്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺ ഹോളും പിന്നെ ബട്ടൺ വെക്കാനുള്ള ഉള്ള ഭാഗം നമ്മൾ ഒരു 2 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് നമുക്ക് 2 ഇഞ്ചിൽ കൂടെ ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട്, അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയും ഒന്ന് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഫുള്ളൊരു നേരെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുമ്പോഴത്തേനും കറക്റ്റ് ആ ഒരു ഇതിൽ കൂടെ തന്നെ 2 ഇഞ്ച് കൂടെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട് പീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ നമ്മൾ എക്സ്ട്രാ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം ഇട്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ആ നെക്കിൻ്റെ ഭാഗമായിട്ട് ലെവൽ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ ആദ്യമേ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ഒരു പിന്നെ മെഷർമെൻറ്റിൽ അതൊരു വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫോൾഡ് ചെയ്ത ഭാഗം എക്സ്ട്രാ മുകളിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ കറക്റ്റ് ഒരു റൗണ്ടിൽ തന്നെ നമ്മളതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊരു എക്കോബ ഫാബ്രിക്കാണ് കേട്ടോ, നല്ലൊരു കോട്ടണിൽ വരുന്ന ഒരു കളറാണ്. പിന്നെ അതിൻ്റെ ലൈനിങ്ങിൻ്റെ എക്സാക്റ്റ് കളറല്ല അവർ എടുത്ത് തന്നിരിക്കുന്നത്, കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ വലിയ ചെറിയൊരു ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പം അതിൽ കൂടെ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോഴത്തേനും എക്സാക്റ്റ് കളറിലുള്ള ലൈനിങ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ സൈഡിൽ കൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിഭാഗത്ത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടല്ല കേട്ടോ ചെയ്യണത്. അടിഭാഗം നമ്മളൊരു എക്സ്ട്രാ ഒരു പട്ടി വെച്ചിട്ട് ഒരു പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ട് നമ്മളിങ്ങനെ ക്രോസ് കട്ടിങ് ചെയ്യില്ലേ, അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ മടക്കി നെക്കൊക്കെ നമ്മൾ കർവിയെ നമ്മൾ മടക്കി ഫോൾഡ് ചെയ്യില്ലേ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം ബാക്കി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഒന്ന് കഴിയട്ടെ. അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ഇഞ്ചിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺ വെക്കാനുള്ള ബട്ടൺ ഹോൾ വെക്കാനുള്ളതും പിന്നെ അതുപോലെ ബട്ടൺ വെക്കാനുള്ള ഭാഗം ഇതുപോലെ 2 ഇഞ്ച് വെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സൈഡിൽ കൂടെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഒന്ന് വരച്ചിട്ടിട്ട് അതിന് മുകളിൽ കൂടി സ്റ്റിച്ച് കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, മെഷർമെൻ്റ് ഒന്നും മാറിപ്പോയില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് നന്നായി വലിച്ച് പിടിച്ച് ചിലുവൊന്നും ഇല്ലാണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. മുകളിലേക്ക് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഈ എൻഡ് ഭാഗം നെക്കിനോട് ചേർത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമുക്ക് ആ ഒരു ഭാഗത്തൊന്നും കൂടെ സ്റ്റിച്ചിട്ട് ലെവൽ ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് തന്നെ നോക്കിയിട്ട് നമ്മൾ നേരെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ഫാബ്രിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഷോൾഡർ സ്ലോപ്പൊക്കെ കൊടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ നേരെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ വേറെ നമ്മളൊരു സ്ലോപ്പൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. ചിലർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഷോൾഡർ സ്ലോപ്പ് കൊടുത്തതാണ്. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ സീം കൊടുത്തിട്ട്, അതായത് നോർമൽ സീം നമ്മൾ കൊടുക്കുന്ന പോലെ 1/2 ഇഞ്ച് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഈ നെക്കിൻ്റെ ഭാഗം ഒരേപോലെ ലെവലിൽ വെച്ചിട്ട് തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഷോൾഡേഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോളർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്കിന് കറക്റ്റ് എത്ര ലെങ്ത്ത് ഉണ്ടെന്നുള്ളത് മെഷർമെൻറ്റ് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് ഭാഗം കണ്ടോ, കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഫ്രണ്ടിലുള്ള 2 പീസ് ഉണ്ടല്ലോ, ആ 2 പീസും ഒരേപോലെ ലെവലിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ മെഷർ ചെയ്ത് നോക്കുക എത്ര ഇഞ്ച് ലെങ്ത്ത് ഇതിന് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ച് എന്തെങ്കിലും പിന്നൊക്കെ ചെയ്ത് സെക്യൂർഡാക്കി മൂവ് ചെയ്യാത്ത രീതിയിൽ വെക്കാം. എന്നിട്ട് നമ്മൾ മെഷർമെൻറ്റ് ടേപ്പ് എടുത്തിട്ട് കറക്റ്റ് നമ്മൾ ബാക്കിൽ നിന്ന് അതല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് എവിടെ നിന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു അളവിൽ
എത്ര ലെങ്ത്ത് നെക്ക് വരുന്നുണ്ടെന്നുള്ളത്, നെക്ക് റൗണ്ട് എത്രയാണെന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടണം. അതൊന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ വരുന്നത് ഇങ്ങനെ സ്ലോവിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 8.5 ഒരു പോയിൻറ്റും, അതായത് 8.6 ഇഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ ആയിരിക്കും, അതായത് ഹാഫ് ആണല്ലോ നമ്മൾ മടക്കിയിട്ടാണല്ലോ നോക്കണത്. അപ്പം രണ്ട് സൈഡിലേക്കും കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു 17.2 ഇഞ്ചസ് വരും. അപ്പോൾ ആ ഒരു ലെങ്ത്തിലുള്ള കോളറാണ് നമുക്ക് ഈ ഒരു ഷർട്ടിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ക്യാൻവാസിൽ നമ്മൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നുള്ളതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായതുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ മറന്നു. അപ്പോൾ ഞാൻ അതൊന്ന് പോയി തപ്പട്ടെ കേട്ടോ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോറി ഗായ്സ്, ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, ഞാൻ തപ്പിയിട്ടൊന്നും കാണുന്നില്ല. എനിവേ ഞാൻ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് കോളർ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേറെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു 17 ഇഞ്ചസ് ആണല്ലോ നെക്ക് റൗണ്ട് വരുന്നത്. എത്രയാണ് നെക്ക് റൗണ്ട് വരുന്നത്, ആ ലെങ്ത്തിലുള്ളൊരു പീസിൽ നമ്മൾ കോളറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ ക്യാൻവാസിൽ ആദ്യം വരച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇത് പിന്നെ നമ്മളിവിടെ ലൈനിങ് കൂടെ വെച്ചിട്ടുള്ള ഒരു ക്ലോത്ത് ആയതുകൊണ്ട് 2 പീസ് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ലൈനിങ് കൂടെ വരുന്നതുകൊണ്ട് 3 പീസസ് ആയിട്ടുണ്ട്. നമുക്ക് സാധാരണ ഗതിയിൽ ഒരു കോട്ടൺ ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ 2 പീസ് വെച്ചിട്ട് എടുത്താൽ മതി. ഞാൻ ഇതിൽ എനിക്ക് എക്സ്ട്രാ ലൈനിങ് കൂടെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ മെയിൻ ഫാബ്രിക് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എല്ലാ സൈഡിലും എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ ഒരു സൈഡ്, അതായത് മറച്ചിടുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ നെക്കായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നേരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് എക്സ്ട്രാ നമ്മൾ 1/2 ഇഞ്ച് വിട്ട ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ കറക്റ്റ് കോളറിൻ്റെ കോർണേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കുറേ കട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് നീറ്റായിട്ടൊന്ന് മറിച്ചിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ ഭാഗം നെക്കായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം. അപ്പോൾ അതെന്തിൻ്റെ കോളറിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണത് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, സ്റ്റിച്ച് ഇങ്ങനെ നമ്മളൊരു ഭാഗത്ത് സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജ് ഭാഗം ഇങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 2 പോയിൻറ്റ് ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലെ നന്നായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ ഫാബ്രിക്സൊക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെയൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കട്ട്സൊക്കെ ഇട്ടിട്ട് നീറ്റായിട്ടൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇതിൻ്റെ എഡ്ജുകളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു എഡ്ജിൽ പോയിൻറ്റ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പെൻസിലോ അല്ലെങ്കിൽ പോയിൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഉള്ളി കൂടെ കുത്തി നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക്, ആ ഒരു കോണിൻ്റെ ഷേപ്പ് കറക്റ്റ്, ആ ഒരു കോർണർ എഡ്ജ് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം വെച്ച് കുത്തി ഷേപ്പിലാക്കി അതിനെ പെർഫെക്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ അതാ സൈഡൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് മറിച്ചിടുന്ന സമയത്ത് കണ്ടോ, ഈ ഒരു എഡ്ജ് ഭാഗം ഞാനിവിടെ ചെറിയൊരു ചെറിയ ഷാർപ്പായിട്ടൊരു സാധനം വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ഫാബ്രിക് ആകുമ്പോൾ നമുക്ക് കുറച്ച് എഡ്ജ് ഡിഫൈൻ ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ടൈം എടുത്തിട്ട് അതിനെ നീറ്റാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് നീറ്റായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനെ നെക്കായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും സെൻറ്ററിൽ നിന്നാണ് കണക്ട് ചെയ്ത് വരുന്നത്. ഞാൻ പക്ഷേ ഒരു കോർണറിൽ നിന്ന് നമ്മളൊരു കറക്റ്റ് ലെങ്ത്തിലാണ് എടുത്തത്. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് വെച്ച് നോക്കിയിട്ട് രണ്ട് എഡ്ജിലും കറക്റ്റായിട്ട് എത്തുന്നില്ലേ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം. അതിന് ശേഷമാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് ഒന്ന് സെക്യൂർ ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, എനിക്ക് കറക്റ്റ് ലെങ്ത്തിൽ നെക്കിൽ റൗണ്ട് ചെയ്ത് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു എഡ്ജിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻറ്ററിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് രണ്ടിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തതിന് ഒരു നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യില്ലേ, അതേപോലെ സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്കും ലെഫ്റ്റും റൈറ്റുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എഡ്ജിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ക്യാൻവാസ് ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നെക്കായിട്ട് ഫസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ പതുക്കെ പിടിച്ച് നെക്കി കൂടെ ഞാൻ ഈ ക്യാൻവാസ് കട്ട് ചെയ്തപ്പോഴത്തേനും സാധാരണ നമ്മൾ ക്യാൻവാസിൻ്റെ എഡ്ജിൽ കൂടെ ഒട്ടിച്ച് അതിൻ്റെ
അരികെ കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. പക്ഷേ ഞാനൊരു 4 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് ക്യാൻവാസ് ഇനി വാഷ് ചെയ്യുമ്പോഴത്തേനും ചുരുങ്ങി വിട്ട് പോരണ്ട എന്ന് വിചാരിച്ചിട്ട് ക്യാൻവാസിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നെക്കായിട്ട് ഒരു തവണ നമ്മൾ ഒരു പോർഷൻ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മറ്റേ ഭാഗം നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കണ്ടോ ഉള്ളിലോട്ടാക്കി ഫോൾഡ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ അടിച്ചെടുത്ത നെക്കിൻ്റെ ഭാഗം ഒക്കെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ മടക്കിയിട്ട് നമ്മൾ ഇതിന് മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് സീമൊന്നും കാണില്ല, നീറ്റായിട്ട് കോളറ് കിടക്കും. കണ്ടോ ഇതേപോലെ ഒന്ന് മറച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് നേരത്തെ സ്റ്റിച്ച് ചെയ്തതിനെ കവർ ചെയ്തിട്ട് വേണം അടുത്തൊരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തത് നെക്കിൻ്റെ നല്ല വശത്തു കൂടിയായിരുന്നു സ്റ്റിച്ച് ചെയ്ത് പോയത്. ഇനി ഉൾവശം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ സീമൊന്നും ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മളിത് കണ്ടോ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം അടുത്ത സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ലെവലാക്കി നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് പോവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷർട്ടിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കോളർ കട്ട് ചെയ്യലും കോളർ പിടിപ്പിക്കുക എന്നുള്ളതുമാണ്. അപ്പോൾ ആ മെയിൻ വർക്ക് നമുക്കിവിടെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത വർക്ക് എന്ന് പറയുന്നത് ബട്ടൺ ഹോൾ ഉണ്ടാക്കുക, ബട്ടൺസ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്ലീവിൻ്റെ എഡ്ജ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. 2 സ്ലീവിൻ്റെയും ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡറായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ചെറിയ ഡോളിൻ്റെ തല വന്ന് പോകുന്നത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോള് സൈഡിൽ നിന്ന് കളിക്കുന്നതാണ് കേട്ടോ. അപ്പം അവൾക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രീ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ ഇടയിൽ കൂടെ ബോറടിച്ചപ്പോൾ വന്ന് കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഷോൾഡറായിട്ട് ഒരു സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അതുപോലെ അടുത്ത സൈഡും അറ്റാച്ച് ചെയ്യാം. സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് താഴെ ഭാഗമുണ്ടല്ലോ നമ്മളൊന്ന് മടക്കി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല, പകരം ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് 2 ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് മടക്കി ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നെക്കൊക്കെ റൗണ്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ താഴെ ഭാഗം നമ്മൾ ബോട്ടം ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷർട്ടിൻ്റെ 2 പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരു പീസിൻ്റെ പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എഡ്ജ് ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗത്ത് ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ബാക്ക് ഭാഗവും അതുപോലെ അടുത്ത സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ സ്ലീവുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഇത് കണ്ടോ, ഇത് റൈറ്റ് സൈഡാണ്, മെയിൻ ഫാബ്രിക് റൈറ്റ് സൈഡ്, അതായത് നമ്മൾക്ക് ഇടുന്ന ഭാഗമാണിത്. അതിൻ്റെ ഏറ്റവും എഡ്ജിൽ കൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ തെറ്റി സ്റ്റിച്ച് ചെയ്യുന്നതാണോ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും, അല്ല. ഇതനുസരിച്ച് ഷർട്ട് ആയതുകൊണ്ട് നമ്മൾ അധികം സീമൊന്നും ഉള്ളിൽ കൊടുക്കില്ലല്ലോ. അപ്പം ഉൾഭാഗം നമ്മൾ ലോക്ക് ചെയ്യുന്നതിന് പകരം ഒരു ഈസി വേ ആണത്. ഇതിൻ്റെ എഡ്ജിൽ കൂടെ ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് 2 ഭാഗവും ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഇതിന് മറച്ചിട്ടിട്ട് ഉള്ളിൽ കൂടെ നമുക്ക് എത്രയാണോ നമ്മൾ സീം വിട്ടിട്ടുണ്ടായിരുന്നത്, ഒരു 1 ഇഞ്ച് സീമാണ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത്, ആ ഒരു സീമിൽ കൂടെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേ കൂടെ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷർട്ടിൻ്റെ പണി ഏകദേശം സെറ്റാണ്. അങ്ങനെ 2 സൈഡിലെയും സീമൊക്കെ നമ്മൾ സീമിലൂടെയൊക്കെ അടി കഴിഞ്ഞു. ഇനി നമുക്ക് ബട്ടൺ ഫിക്സ് ചെയ്യാനുള്ള മാർക്ക് ഇട്ട് കൊടുക്കാം. ബട്ടൺ എങ്ങനെയാണ്, ബട്ടൺ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ നമ്മൾ ഏതാണോ പിടിപ്പിക്കുന്നത് അത് കറക്റ്റായിട്ട് ഏത് മാർക്കിൽ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലും താഴത്തുമായിട്ട് ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ളൊരു ഹോളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ബട്ടൺ ഏത് ബട്ടണാണ് നിങ്ങൾ വെക്കുന്നത് ആ ഒരു ബട്ടൺ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ചെറിയ ഒരു 2 ലൈൻസ് ഇട്ട് കൊടുക്കുക. ഈ 2 ലൈനിൽ കൂടി ആയിരിക്കണം നമ്മൾ ഈ സിഗ്സാഗ് പോലത്തെ സ്റ്റിച്ച് ഇട്ടിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ബട്ടൺ ഹോൾ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് മാർക്ക് എത്ര ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ബട്ടൺസ് വേണം എന്നുള്ളത് ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ബട്ടൺ വെക്കുന്നു, മുകളിലും താഴെയും മാർക്ക് ചെയ്യുന്നു. അതിന് ചെറിയൊരു റെക്റ്റാങ്കുലർ ആക്കി വരച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് പോകുന്നത്.
അപ്പം ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സാധാരണ ഇപ്പം ഞാൻ ജൂക്കിൻ്റെ മെഷീനിലൊന്നും സിഗ്സാക്കും ഇതുപോലെ ബട്ടൺ ഹോളൊന്നും പിടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മെഷീനിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ബട്ടൺസ് വെക്കാനുള്ള ഫൂട്ടർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സാധാരണ ഫൂട്ടർ നോർമൽ ഫൂട്ടർ മാറ്റിയിട്ട് ബട്ടൺ ഹോൾ ഫിക്സ് ചെയ്യാനുള്ള ഫൂട്ടർ ഞാൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇതിൽ ബട്ടൺ ഹോൾ പിടിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ABC എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൂട്ടർ വരുന്നത്. ഇതിൻ്റെ A എന്ന് പറയുന്ന ഭാഗം ബാക്കിലോട്ടാക്കിയിട്ട് വേണം അതിൽ നമ്മൾ ബട്ടൺ വെച്ചിട്ട് കറക്റ്റ് എന്താ പറയുക ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ ആ ഒരു ഇത് എടുക്കുക. എന്നിട്ട് ഈ ഒരു നീഡിൽ മുകളിലോട്ടാക്കി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം തിരിച്ചു കൊടുക്കാൻ പാടില്ല, ഈ റൗണ്ടിലുള്ള വീല് തിരിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ B എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള സിഗ്സാക്ക് വീഴും, ലോക്ക് വീഴും. അതുപോലെ നമ്മൾ A എന്ന് പറയുമ്പം അടിഭാഗം ലോക്കാവും. ദെൻ Dയിലേക്ക് മാറ്റുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ലോക്ക് വീഴും. ദെൻ തിരിച്ച് Cയിലേക്ക് ആക്കുമ്പോഴത്തേനും മുകൾ ഭാഗത്ത് ലോക്ക് വീഴും. മനസ്സിലായില്ലേ? ഇനി ചെയ്യുന്നത് ക്ലിയറായിട്ട് ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഈ ഒരു ABCD എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടാണ് നിങ്ങളുടെ ഇതുപോലെയുള്ള ഉഷ, ജനോം അങ്ങനെയുള്ള ഒരുവിധം മെഷീനിലൊക്കെ ഈ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ മെഷീനിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും എനിക്കിതൊന്നും യൂസ് ചെയ്യാൻ അറിയുമായിരുന്നില്ല. പിന്നീട് ഞാനതൊക്കെ നോക്കി പഠിക്കാനുണ്ടായത് കേട്ടോ. അപ്പം കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലൈനിൽ കൂടെ ഇതുപോലെ സ്റ്റിച്ചസ് ഇങ്ങനെ ഇട്ട് പോവാം. ഒരെണ്ണം കഴിയുമ്പോഴത്തേനും ഓരോന്ന് തിരിക്കുമ്പോഴും നീഡിൽ മുകളിലേക്ക് ആക്കിയിട്ടല്ലേ തിരിക്കാനുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ബട്ടൺ ഹോള് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഈ സ്റ്റിച്ചൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സീം റിപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ടിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്ററിൽ നമ്മൾ ഒരു ഹോളിട്ടും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളുകൾ ഇട്ടില്ലേ, ആ ഒരു ഭാഗം നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നേരെ ലെവൽ ചെയ്ത് നെക്കിൻ്റെ ഭാഗവും അടിഭാഗവും കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഹോളിൽ കൂടെ സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും പെന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞൊരു വെച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് ബട്ടൺ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാർക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഞാനത് ലെവൽ ചെയ്ത് നെക്കും താഴെ ഭാഗവും ഒരേപോലെ അല്ലേ നോക്കണം. എന്നിട്ട് വേണം ഈ ഒരു ഹോളിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ബട്ടൺ ഫിക്സ് ചെയ്യാം. ബട്ടൺ ഇതുപോലെ തന്നെ നമുക്ക് മെഷീനിൽ ഫിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട ഡോട്ടില്ലേ, ആ ഒരു ഡോട്ടിലെ സെൻറ്ററിൽ തന്നെ ബട്ടൺ വെച്ചിട്ട് സിഗ്സാക്കിലിടാം. എന്നിട്ട് ഇതുപോലെ നീഡിൽ പതുക്കെ കറക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഷർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ബട്ടൺസ് ഫുള്ള് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ബാക്കിയുള്ള ബട്ടൺസിനെ കൈ വെച്ചിട്ട് തുന്നി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും.